ഗോകുൽ, ഒരുപക്ഷെ നമുക്കറിയാം വളരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് രഞ്ജിത്തിനെതിരെ അലയടിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രഞ്ജിത്തിന്റെ വീടിന് കൂടുതൽ സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടിയല്ലേ ഉള്ളത്? കോഴിക്കോട് രഞ്ജിത്തിന്റെ ചാലപ്പുറത്തുള്ള വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ പോലീസിന്റെ 20ഓളം വരുന്ന സംഘാംഗങ്ങളുടെ ഒരു വിന്യാസം നടത്തിയിട്ടുള്ളത്. 20ഓളം പോലീസുകാർ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രഞ്ജിത്തിന്റെ വീട്ടിൽ. രാവിലെയൊക്കെ വയനാട് രഞ്ജിത്ത് ഉണ്ടായിരുന്ന റിസോർട്ട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോഴിക്കോടുള്ള വസതിക്ക് മുമ്പിലും പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. രഞ്ജിത്ത് കോഴിക്കോടേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ യുവമോർച്ചയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ കിട്ടിയിരുന്നു. കാരണം ശ്രീലേഖ മിത്ര പറഞ്ഞിട്ടുള്ള അവരുടെ മൊഴി കണക്കിലെടുത്തുകൊണ്ട് രഞ്ജിത്തിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് വെക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര ചലച്ചിത്ര താരം രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലുള്ള ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വന്നത്. പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത രീതിയിൽ തന്നെ സ്പർശിച്ചു എന്ന രീതിയിലുള്ള കടുത്ത ആരോപണങ്ങളായിരുന്നു ശ്രീലേഖ മിത്ര മുന്നോട്ടേക്ക് വെച്ചത്. അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് രഞ്ജിത്ത് വന്നിരുന്നെങ്കിലും കൂടുതൽ പ്രതികരണം നടത്താനൊന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകർ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അദ്ദേഹം എവിടെയാണ് ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് യുവജന സംഘടനകളൊക്കെ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രാവിലെ വയനാട് ഒരു റിസോർട്ടിലായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. അവിടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടെ മാധ്യമപ്രവർത്തകരും യുവജന സംഘടനയുടെ പ്രതിഷേധങ്ങളൊക്കെ വന്ന സമയത്ത് രഞ്ജിത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോഴിക്കോടുള്ള വസതിക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ടേക്ക് വരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കണമെന്ന ഒരു വിഭാഗം പറയുമ്പോൾ മറുവിഭാഗം രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇതിൽ ഒരു മറുപടി പറയാനോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിനോ രഞ്ജിത്ത് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ മറുപടി പറയുകയോ വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കുകയോ ചെയ്യുന്നതുവരെ എന്തായാലും ഈ യുവജന സംഘടനകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ സാംസ്കാരിക കേരളത്തിന്റെയൊക്കെ പ്രതിഷേധങ്ങൾ വിവിധ ഭാഗത്തുനിന്ന് ഉയർന്നു വരും എന്നതിൽ തർക്കമില്ല. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് രഞ്ജിത്ത് ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. യെസ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് S. ശാലിനിയും കോഴിക്കോട് നിന്ന് ഗോകുലുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.